ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 4/8/2025. എന്തിനെ ഞാൻ നിരീക്ഷിക്കണം? നിർബന്ധിതനായി ഞാൻ എന്നിൽ നിരീക്ഷകനെ സൃഷ്ടിക്കേണ്ടതുണ്ടോ? സാത്വികമായ മനസ്സോടെ ആരെയും ഉപദ്രവിക്കാതെ ജീവിച്ചാൽ പോരെ? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ട്. പക്ഷേ നിരീക്ഷകൻ എന്ന ഒന്ന് എന്നിലുണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് ഈ ചിന്ത അവനിൽ ഉണ്ടായിരുന്നുവോ? നിരീക്ഷകൻ ഇല്ലാതെ ജീവിച്ചാൽ എന്ത് എന്ന്? അങ്ങനെയാണല്ലോ നാളിതുവരെ ജീവിച്ചത്. എന്നാൽ ബോധപ്രാപ്തനിൽ നിന്നും നിരീക്ഷകന്റെ ബാലപാഠം പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മളിലെ ക്ഷമയില്ലായ്മ കാരണം നിരീക്ഷണത്തെ ഉൾക്കൊള്ളുവാൻ വയ്യാതായി. എന്താവും കാരണം? നിരീക്ഷണം എന്നെ ജാഗരൂകതയിൽ നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ മനസ്സിന് ഒരു സുഖമില്ലാത്ത അവസ്ഥ അവനിൽ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ മനസ്സ് വലിയ ന്യായീകരണങ്ങൾ വിളമ്പും. നിരീക്ഷകന്റെ നിരീക്ഷണം നമ്മളെ പ്രവർത്തികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വികാര വിക്ഷോഭങ്ങളിൽ നിന്നും വേർപെടുത്തി നിർത്തുന്നു. മനസ്സിന്റെ ലോകത്ത് നാം ജീവിച്ചാൽ എന്താവും സംഭവിക്കുക? മനസ്സിന് സ്ഥിരതയില്ല. അതനുസരിച്ച് എന്നിലും സ്ഥിര സ്വഭാവം ഇല്ലാതെ വരും. അതായത് മനസ്സ് തെളിഞ്ഞിരുന്നാൽ, വളരെ സന്തോഷത്തിലായിരുന്നാൽ അപ്പോൾ ഒരു പെരുമാറ്റം കാണിക്കും. ഇനി മനസ്സ് കലങ്ങി മറിയുമ്പോൾ മറ്റൊരു പെരുമാറ്റമായിരിക്കും നാം കാണിക്കുന്നത്. ഇങ്ങനെ മാറി മാറി വരുന്ന പെരുമാറ്റങ്ങളുടെ ആകെ തുകയാണ് മറ്റുള്ളവർ നമ്മുടെ സ്വഭാവമായി കണക്കാക്കുന്നത്. ഞാൻ എന്നെ അറിയുന്നില്ല, അതിനാൽ ഞാൻ ചഞ്ചലതയിൽ കൂടി ജീവിതം ദുരിതപൂർണമാക്കുന്നു. ഇവിടെയാണ് നിരീക്ഷകന്റെ അനിവാര്യത. ശരിയായ നിരീക്ഷണം നടത്തിയാൽ മനസ്സ് കളിക്കുന്നത് അവന് ബോധ്യമാകും. ഒരു ബന്ധനത്തിൽ അല്ലേ ജീവിതം? അതിൽ നിന്നും സ്വതന്ത്രനാവേണ്ടേ? സ്വാതന്ത്ര്യം വേണം. പക്ഷേ എന്തുകൊണ്ട് സ്വതന്ത്രനാകുവാൻ കഴിയുന്നില്ല? മനസ്സുള്ളത് കൊണ്ട് എന്നാവും ഉത്തരം. മനസ്സിൽ എന്ത് ഉള്ളത് കൊണ്ട് എന്ന് നമുക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കണം. മനസ്സിൽ ചിന്ത ഉള്ളതിനാൽ എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ് കാര്യം? ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അതിനോടുള്ള നമ്മുടെ സമീപനങ്ങളും നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിലെ ഭൂതകാലത്തിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കണം എന്നല്ലേ അർത്ഥം? വർത്തമാനകാലത്തിൽ നിലനിൽക്കുവാൻ നിരീക്ഷകൻ എന്നെ സഹായിക്കുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ഞാൻ നിരീക്ഷണാവസ്ഥയിൽ സ്വതന്ത്രനാകുന്നു എന്നല്ലേ? ഹരിയോ. അപ്പൊ ഇന്ന് 4-ാം തീയതി ഓഗസ്റ്റ് തൊട്ട് വൃത്തത്തിലെ ശൂന്യതയിൽ ഗുരുജി കൈകാര്യം ചെയ്യുന്നത് നിരീക്ഷണത്തിന്റെ ആവശ്യകത എസെൻഷ്യലാണ്, അത്യാവശ്യമാണത്. അപ്പൊ അവിടെ ഗുരുജിയുടെ അടുത്ത് വരുന്നതിന് മുമ്പേ ഇതിനെ കുറിച്ച് നമ്മൾ വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ തരത്തിൽ ആന്തരിക നിരീക്ഷണത്തിന്റെ കാര്യം ചിന്തിച്ചു കാണുകയില്ല. സാധാരണ ജീവിതം നയിച്ചു പോകുന്നവർ, നമ്മളൊക്കെ അങ്ങനെ അവിടെ നിന്ന് വന്നവരാണ്. നമ്മൾ സാധാരണ ജീവിതം നയിച്ചു പോകുന്നവര് പരമാനന്ദകരമായ അജ്ഞതയിൽ, പറയും ബ്ലിസ്ഫുൾ ഇഗ്നറൻസ് എന്ന് പറയും, അതിലാണ് ജീവിക്കുന്നത്. കാരണം ആ മനസ്സിന്റെ ഒപ്പം അങ്ങനെ വേറൊരു തലത്തിൽ ഒരു ആനന്ദത്തിൽ ജീവിച്ചു പോകുന്നു, ഒന്നും അറിയാതെ. അപ്പൊ ഗുരു സാമീപ്യം ആണ് നമ്മെ ജാഗരൂകർ ആക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മളെ കുറിച്ചും ചുറ്റുപാടിനെയും
നാം കുറച്ചുകൂടെ ബോധവാൻ ആകുന്നത്. ചുറ്റുപാടിനെയും കുറിച്ചും നമ്മളെ കുറിച്ചും കുറച്ചുകൂടെ ബോധവാന്മാരാകുന്നു. ഒരു ബോധപ്രാപ്തനായ ഗുരുവിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ബോധവികാസം ആർജിച്ചെടുക്കാൻ ആ ഗുരു നിർദ്ദേശിക്കുന്നതാണ് ആന്തരിക നിരീക്ഷണം. നിരീക്ഷകന്റെ ബാലപാഠം പഠിച്ചു തുടങ്ങുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഒരു തോന്നൽ, ക്ഷമയില്ലായ്മയും നിരീക്ഷകനെ ഉണർത്താന് ഉള്ള ആ ഉത്സാഹം കുറയ്ക്കും. കാരണം ജാഗരൂകനാകണം. അപ്പോ ആ മനസ്സ് ജാഗരൂകനാകുമ്പോ പ്രസന്റില് നിന്ന് അലേർട്ടായിട്ട് പ്രസന്റ് കോൺഷ്യസ് മൈൻഡിൽ നിൽക്കണം. അപ്പോ അത് അവർക്ക് ആ അത്രയും കോൺഷ്യസ് അല്ലാത്ത ഒരു മൈൻഡിനെ ആ തരത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോ ആ കംഫർട്ട് സോൺസും തോന്നുന്നത് പോലെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു ഒബ്സ്ട്രക്ഷൻ ആണ്, ഒരു തടസ്സമാണ്. അത് നഷ്ടപ്പെടുമെന്ന് വരുമ്പം ഒരു നിരീക്ഷണം ചെയ്യാനുള്ള ഒരു പിൻവലിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് മറയ്ക്കാൻ ചില ന്യായീകരണവും വിളമ്പും. അത് മാത്രമല്ല പിൻവലിയാനും ഉള്ളൊരു കാരണമാകും. അപ്പോൾ അവിടെ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആത്മീയ സഞ്ചാരത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ നിരീക്ഷകനെ, അതായത് ഈ നിമിഷത്തിൽ നിന്ന് പരിശീലിച്ചാൽ, നിരീക്ഷകനെ വളർത്തിയെടുത്താൽ കർമ്മങ്ങളും സംഘർഷങ്ങളും കുറയുകയും സത്തയിൽ വർത്തിക്കാൻ സാധ്യമാകുന്നു. മനസ്സിന്റെ പിടിയിൽ നിന്ന് വേർപെടാതെ ഇരുന്നാൽ ചലനാത്മക മനസ്സിൽ ഉണ്ടാവുന്ന പല മാറി മറിയുന്ന വികാരങ്ങൾക്ക് അനുസരിച്ച് ഒരാൾ പെരുമാറും. നമ്മുടെ മാറിക്കൊണ്ട് ഇരിക്കുന്ന പെരുമാറ്റം നമ്മുടെ സ്വഭാവമാണെന്ന് മറ്റുള്ളവർ കരുതും. ഈ സ്വഭാവ സ്ഥിരത ഇല്ലാതെ കൊണ്ട് അവനവനെ തന്നെ ആശയക്കുഴപ്പത്തിൽ ആയി ശാന്തമായി ജീവിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അതായത് സ്വയം തന്നെ ഒരു കാര്യം മനസ്സിലാക്കും. ഈ എപ്പോഴിങ്ങനെ ചലനാത്മകമായിട്ടുള്ള ഒരു സ്ഥിരത ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോകുമ്പോഴും നമുക്കേത് പർപ്പസ് സെർവ് ചെയ്തില്ല എന്ന് നമുക്കൊരു തോന്നൽ വരും. ഒരു തൃപ്തി ഇല്ലാതെയും അസന്തുഷ്ടനായിട്ടും ഒക്കെ അശാന്തതയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളാണത്. അപ്പൊ പിന്നാണ് ഒരു ബോധപ്രാപ്തന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവന്റെ ഈ അയഥാർത്ഥമായ ജീവിതത്തെ പറ്റി മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കത്തുമില്ല. കാരണം ആ മനസ്സിനെ വിട്ടു പോകാനുള്ള ആ ഒരു പ്രയാസം സൈഡ് ബൈ സൈഡ് അതും ഉണ്ടാവും. പിന്നെയാണ് അവന്റെ മനസ്സിനെ അഴിച്ചു പണിയാൻ തുടങ്ങുന്നത്. അതിന് നിരീക്ഷകന്റെ നിരീക്ഷണം അനിവാര്യമാണ്. അതുവഴി മാത്രം അവന്റെ കള്ള മനസ്സിനെ കുറിച്ച് ബോധ്യവാനായി അതിന്റെ ബന്ധത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യം മുക്തനാകുക, അതായത് ആ സ്വാതന്ത്ര്യം നേടണമെങ്കിൽ, അതായത് മനസ്സിൽ നിന്നും ആ സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വികാര വിചാരങ്ങളെ നോക്കിക്കാണണം. അതിന് ഇവിടെ ഗുരുജി ഒരു പോയിന്റ്, ഒരു മഹത്തായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്, അത് വിലപ്പെട്ടതുമാണ്. അതായത് ഗുരു പറയുന്നുണ്ട്, ചിത്തത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭൂതകാല അനുഭവങ്ങളും അവയെ ആസ്വദിച്ച് ഉള്ള വികാരങ്ങളും വിചാരങ്ങളും എങ്ങനാണോ നാം അതിനോട് എന്തായിരുന്നോ നമ്മുടെ സമീപനം, അതിനോട് എങ്ങനെയാണ് ആ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്തത്,
ഇതിന്റെ ഒക്കെ ആകത്തുക എല്ലാം, ഇതിന്റെ ആ ഇഫക്ട്സ് എല്ലാം നമ്മളിൽ മായാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭൂതകാലത്തിൽ നിന്ന് മുക്തനാകണം. അതായത് ചുരുക്കി പറഞ്ഞ ചിത്തശുദ്ധി ഉണ്ടാവണം, അതിനകത്തെ ഫൈൽസ് കുറയണം. അപ്പൊ ഇത് നിരീക്ഷണം ചെയ്യുന്ന ഒരാൾക്ക് അത് അനുഭവപ്പെടും. കാരണം മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആവില്ല പിന്നെ. അപ്പൊ ഇത് ഈ നിരീക്ഷണം വഴി മാത്രമേ അത് പോവുകയുള്ളൂ. പ്രസന്റിൽ ഈ നിമിഷത്തിൽ നിലനിന്ന് എന്നെയും എന്റെ ചുറ്റിനെയും ഉള്ള കാര്യങ്ങൾ മനസ്സിനോട് ഒട്ടലില്ലാതെ വൈരാഗ്യത്താൽ നിരീക്ഷിച്ച് നിരീക്ഷകന്റെ തലത്തിൽ വർത്തിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രം ആകുന്നതാണ്. അപ്പോ നിരീക്ഷകൻ പണ്ടത്തെ അനുഭവങ്ങളും അതിൽ നിന്ന് ഉണ്ടായ സംവേദനകളും നിസ്സംഗമായി നോക്കി കാണുമ്പോൾ അവിടെ ചിത്തത്തിൽ ഉണ്ടായ ഫൈൽസ് ക്രമേണ ഇല്ലാതാകും. എന്നാൽ പുതിയ ഫൈൽസ് ഉണ്ടാവണമെന്നുമില്ല. അപ്പൊ അവിടെ അങ്ങനെയാണ് ആ നിശ്ചലത വരുന്നത്. ആ സ്റ്റോർ ഹൗസ് ഓഫ് തോട്ട്സ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ചിത്തം അത് ഒഴിയുമ്പോൾ തന്നെ ആ മൈൻഡ് കുറച്ച് വളരെ സൈലന്റ് ആകുന്നതാണ്. പിന്നെ അല്ലാതെ പിന്നെ നമ്മൾ ഈ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ കയറി വരും, ആ ബോധം വരും. പക്ഷെ ആ മേജർ ആയിട്ടുള്ള ആ ഒരു കാര്യം, ആ ചിത്തശുദ്ധി നടക്കുമ്പോഴാണ് ആ സൈലൻസിലോട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ അത് അപ്പൊ ആ ഫൈൽസ് എല്ലാം പിന്നെ ചിത്തത്തിലുണ്ടായ ഫൈൽസ് എല്ലാം നമ്മൾ നിരന്തരം ഈ പിന്നെ എന്താണ് നിരീക്ഷണം ചെയ്താൽ ക്രമേണ അത് ഇല്ലാതാകും. അതുകൊണ്ട് നിരീക്ഷണം തുടർച്ചയായി ചെയ്യേണ്ടതാണ്. എല്ലാ സാധകർക്കും ചിത്തശുദ്ധിയോടെ ഒപ്പം നിശ്ചലതയിലോട്ട് കടന്ന് പിന്നെ ശാന്തതയിൽ അടങ്ങിയിരിക്കുകയും ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉള്ള ഒരു ആ ഡൂവർഷിപ്പ് ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റട്ടെ എന്ന്, അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം. നമ്മൾ സാധകര് തുടക്കത്തിൽ നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും നിരീക്ഷിക്കുന്നു. തുടക്കത്തിൽ അതിനെ നിരീക്ഷിക്കാൻ പാടില്ല, കുഴപ്പമില്ലാതെ നിരീക്ഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ആ നിരീക്ഷണം നിർത്തിയിട്ട് അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ സാത്വികതയിലാണ് എന്ന് സങ്കല്പിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പലരും. അങ്ങനെ ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നിരീക്ഷകൻ്റെ ശക്തി കുറഞ്ഞ് നമ്മളിൽ അഹം കയറി വരുമ്പോൾ ഞാൻ സാത്വികനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നിരീക്ഷണം വെള്ളം ചേർക്കും നിരീക്ഷണത്തിൽ. അപ്പം ഇത് തുടക്കകാലങ്ങളിൽ എല്ലാവരും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പം നിരീക്ഷകനെ മനസ്സിന് സ്വീകാര്യമല്ല എന്നതാണ് ഇതിൻ്റെ കാരണം. മനസ്സിന് നിരീക്ഷകനെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ കംഫോർട്ട് സോണ് നിരീക്ഷകൻ ഉണർന്നാൽ നഷ്ടപ്പെടും. ഇപ്പം ചിന്തകളും വാസനകളും ആഗ്രഹങ്ങളും വികാരങ്ങളും എല്ലാം നിരീക്ഷകൻ്റെ മുന്നിൽ വഴിമാറി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മനസ്സ് അതൊരിക്കലും നിരീക്ഷകനെ ഉണർത്താൻ അനുവദിക്കില്ല. എന്തെങ്കിലും കാരണം വെച്ച് അത് നമ്മളെ അതിൽ നിന്നും പിടിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. സാധകൻ സ്ഥിരതയുള്ളവനായിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. ഒരു സ്ഥായിയായ ഭാവം അവനിൽ ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. അപ്പം സ്ഥായിയായ ഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ നിമിഷത്തിൽ നിലനിന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പം ഭാവിയിലോ ഭൂതത്തിലോ മനസ്സിനെ സഞ്ചരിക്കാൻ വിട്ടാൽ ആ സുഖവും ദുഃഖവും എല്ലാം കയറി വരും. അങ്ങനെ നോക്കിയാൽ ഭാവിയിലും ഭൂതത്തിൽ പോയാൽ അപ്പോൾ ആ ഒട്ടലില്ലാതെ അതിനെ നോക്കിക്കാണാൻ സാധിക്കണം. ഈ രണ്ടവസ്ഥയും ഉണ്ടാകാനിടയായ കാരണം അതെന്താണെന്ന് തേടിയാൽ മാത്രമേ ഈ നിമിഷത്തിൽ
ഒട്ടലില്ലാതെ ആ ഒരു സ്ഥായിയായ ഭാവത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദുഃഖം വന്നാലും സുഖം വന്നാലും അതിനെ ഒരു ന്യൂട്രലായിട്ട് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നിമിഷത്തിൽ നിന്നാലേ അതും സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സിൻ്റെ കൂടെ സഞ്ചരിച്ചാലോ ഈ സുഖദുഃഖങ്ങളിൽ പെട്ടിട്ട് ബന്ധനസ്ഥനായി ഒരു അടിമയെപ്പോലെ കഴിയേണ്ടി വരും, മനസ്സിൻ്റെ അടിമയെപ്പോലെ കഴിയേണ്ടി വരും. സാധകൻ്റെ ലക്ഷ്യം എന്താണ്? സ്വതന്ത്രനാവുക എന്നതാണ്. സ്വതന്ത്രനാവുക, മനസ്സിൻ്റെ തടവറയിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. അപ്പം അതിനാണ് നിരീക്ഷകൻ ഉണരേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ യഥാർത്ഥ ഉന്മയെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നിരീക്ഷകൻ ഉണർന്നാലേ അത് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മനസ്സിൻ്റെ തടവറയിൽ അകപ്പെടാൻ കാരണം മനസ്സിലെ ഈ ഭാവനകളെയും വികാരങ്ങളെയും നമ്മൾ യഥേഷ്ടം പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ്. നിരീക്ഷിച്ചില്ല, അതുകൊണ്ടത് സ്വതന്ത്രമായിട്ടത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി. വികാരങ്ങളും ഇതെല്ലാം കൊണ്ടുപോയത് കൊണ്ടാണ് ഈ മനസ്സിൻ്റെ തടവറയിൽ നമ്മൾ അകപ്പെടാനുള്ള കാരണം. അപ്പം വേണ്ടതിനെയും വേണ്ടാത്തതിനെയും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നമ്മളിൽ ഉണ്ടാവാതെ പോയി. അപ്പം മനസ്സ് അപ്പോഴെന്ത് പറ്റും? നമ്മളെ ഭൂതകാല അനുഭവങ്ങളുണ്ടല്ലോ, ഫയൽസായിട്ട് കിടപ്പുണ്ട് ചിത്രത്തിൽ. അതിലൂടെ ആ അനുഭവങ്ങളിലൂടെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു തരം ബ്രെയിൻ വാഷിംഗ് ചെയ്താണ് നമ്മളെ അതിൻ്റെ പിടിയിൽ അകപ്പെടുത്തിയിരിക്കുന്നത്. ബ്രെയിൻ വാഷിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അതിൽ നിന്നും വിട്ടകലാൻ പറ്റാത്ത വണ്ണം നമ്മൾ അതിലെല്ലാം ഈ മമതാബന്ധത്തിൽ ഒട്ടിപ്പോയി എന്നതാണ് സത്യം. ആ ഒരു ഭൂതകാല അനുഭവങ്ങളിലൂടെ അതിലെല്ലാം ഒട്ടിപ്പോയി. അപ്പം മനസ്സിൽ നിലനിൽക്കുന്ന ഈ അവസ്ഥകളിൽ നിന്നും മോചനം നേടണമെങ്കിൽ സാധകൻ ഈ നിമിഷത്തിൽ നിലനിൽക്കണം. അതിനെന്ത് വേണം? നിരീക്ഷകൻ ഉണരണം. അപ്പോഴാണ് മനസ്സിൻ്റെ തടവറയിൽ നിന്നും സാധകൻ എന്താവുന്നത്? സ്വതന്ത്രനാവുന്നത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഒരു ആത്മാന്വേഷി സാധന ഗുരുവിനെ കാണുന്നത് അവന്റെ അസ്തിത്വം എന്താണെന്ന് തിരിച്ചറിയുവാനാണ്. അതിനായി അവൻ ഗുരുനിർദ്ദേശപ്രകാരം അവനെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. ഗുരുജി കഴിഞ്ഞ ഒരു വൃത്തത്തിലെ ശൂന്യതയിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്വയം തിരിച്ചറിയുക എന്നതാണ്. അപ്പോൾ അതിനുള്ള അറിവുകളും സാധന മാർഗങ്ങളുമാണ് ഗുരുജി പകർന്നു നൽകുന്നത്. കുറച്ച് ദിവസം സാധന ചെയ്തത് കൊണ്ടോ കുറച്ച് സത്സംഗങ്ങൾ കേട്ടത് കൊണ്ടോ ഒരു സാധകൻ ബോധപ്രാപ്തനാകുന്നില്ല. കാരണം അവന്റെ മനസ്സ് അത്രക്കും പ്രബലമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ മനസ്സിന്റെ ഈ പ്രവർത്തനങ്ങളെ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തി ഗുരുനിർദ്ദേശപ്രകാരം മുമ്പോട്ട് പോയാൽ മാത്രമേ സാധകന് അവന്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയൂ. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു തുള്ളി ജലം എടുത്തു നോക്കിയാൽ നമ്മൾക്ക് അതിൽ മറ്റൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ അതൊരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ അതിൽ അനേകം സൂക്ഷ്മ ജീവികളെ കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ വൃത്തത്തിലെ ശൂന്യതയിൽ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ എന്ന പോലെയാണ് ഗുരുജി മനസ്സിന്റെ ആ സൂക്ഷ്മമായ ചലനങ്ങളെ നമുക്ക് കാട്ടിത്തരുന്നത്. മലയാളത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു ഉപനിഷത്ത് തന്നെയാണ് വൃത്തത്തിലെ ശൂന്യത എന്നാണ് ഈ രചന വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. കാരണം ഇത്രയും സൂക്ഷ്മമായി മനസ്സിന്റെ ചലനങ്ങളെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ അപൂർവമായിരിക്കും, മലയാളത്തിൽ പ്രത്യേകിച്ചും. സാധകൻ ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്ന് ബോധപ്രാപ്തനായ ഗുരുവിന് നന്നായി അറിയുവാനാകും. അതുകൊണ്ടാണ് ഗുരുജി സാധകരോട് മനസ്സിന്റെ തലത്തിൽ നിന്നും നിരീക്ഷകന്റെ തലത്തിലേക്ക് ഉയരുവാൻ പറയുന്നത്.
സദാ നിരീക്ഷണം നടത്തുക എന്നത് മനസ്സിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് നിരീക്ഷിക്കാതിരിക്കുവാൻ മനസ്സ് പല ന്യായീകരണങ്ങളും കണ്ടെത്തും. എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാകും എന്നാണ് മനസ്സ് പറയുന്നത്. എന്നാൽ അതേ കാര്യം സാധകൻ ഗുരുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും: സാത്വികമായ മനസ്സോടെ ആരെയും ഉപദ്രവിക്കാതെ ജീവിച്ചാൽ പോരെ എന്നായിരിക്കും സാധകൻ ഗുരുവിനോട് ചോദിക്കുന്നത്. നിരീക്ഷകന്റെ ആവശ്യം എന്തിനാണ്? സാത്വികമായ മനസ്സോടെ ജീവിച്ചാൽ പോരെ? ഈ ചോദ്യം അവന്റെ മനസ്സാണ് അവനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. എന്നാൽ ഈ ചോദ്യത്തിലൂടെ അവന്റെ മനസ്സ് പറയുന്നത് എന്താണെന്ന് ഗുരുവിന് തിരിച്ചറിയാൻ കഴിയും, എന്നാൽ സാധകൻ അറിയുന്നില്ല. അതായത് നമ്മളെ നിരീക്ഷകന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ തുടർച്ചയായി ഈ വൃത്തത്തിലെ ശൂന്യതയിലൂടെ ഗുരുജി പറഞ്ഞു തരുന്നത്. പല പല തലത്തിലൂടെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നത്. അപ്പോ നിരീക്ഷകന്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യം ഒരു സാധകനിൽ ഉയരുന്നു എങ്കിൽ അത് എവിടെ നിന്നാണ് ആ ചോദ്യം വരുന്നത് എന്ന് ഗുരുവിന് എളുപ്പം തിരിച്ചറിയാൻ കഴിയും എന്നത് ആ സാധകൻ അറിയുന്നില്ല. സാത്വികമായ മനസ്സാണെങ്കിൽ കൂടുതൽ അറിവ് നേടി അനുഭവ തലത്തിൽ കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് മനസ്സിന്റെ അലസതയാണ് സൂചിപ്പിക്കുന്നത്. അലസതയാണെങ്കിൽ തമോ ഗുണത്തിന്റെ പ്രകടനവുമാണ്. അപ്പോൾ മനസ്സ് സാധകനെ കൊണ്ട് എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഗുരുജി ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ചോദ്യം കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ്. ഇങ്ങനെ പല പല ന്യായീകരണങ്ങളും ഈ നിരീക്ഷണത്തിന് തടയിടാൻ വേണ്ടി മനസ്സ് പല ന്യായീകരണങ്ങളും നമ്മളിൽ നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ തിരിച്ചറിയുക എന്നതാണ് സാധകന്റെ കടമ. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ അവൻ ആ മനസ്സിന്റെ അടിമയായി തന്നെ തുടരേണ്ടി വരുന്നു. അപ്പൊ നിരീക്ഷകനെ ഉണർത്തുവാൻ ഗുരുജി ഉപദേശിക്കുന്നത് ആ മനസ്സിന്റെ ചഞ്ചലമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാനാണ്. മനസ്സിന് സ്ഥിരതയില്ല, നമുക്കെല്ലാം അനുഭവപ്പെടുന്ന കാര്യമാണ്. അതെപ്പോഴും ദ്വന്ദ്ങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾക്ക് സന്തോഷം അനുഭവിക്കാം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ ഭയം, ഉത്കണ്ഠ, നിരാശ എന്നിങ്ങനെ പലതരം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ആ സാധകന്റെ പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. സന്തോഷിക്കുന്ന സമയത്തുള്ള പെരുമാറ്റമായിരിക്കില്ല ദുഃഖിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുക. അങ്ങനെ ഓരോ വികാരത്തിനനുസരിച്ചും ആ പെരുമാറ്റത്തിലും ആ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് സാധകൻ എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ സാധകൻ ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല. അവന്റെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുന്നു എന്ന് മാത്രം. അപ്പൊ മനസ്സിനെ ഈ നിമിഷത്തിൽ നിർത്തുവാൻ സാധിച്ചാൽ നിരീക്ഷണം സാധ്യമാകും. മനസ്സിന്റെ എല്ലാ ചെറുത്തു നിൽപ്പുകളെയും അതിജീവിക്കുവാൻ സാധകൻ തയ്യാറാകണം. കാരണം തുടക്കത്തില് ഈ നിരീക്ഷണം നടത്തുമ്പോൾ മനസ്സിന്റെ ചെറുത്തു നിൽപ്പുകൾ ഉണ്ടാകും. പക്ഷെ അതിനെ അതിജീവിക്കുവാൻ ആ സാധകൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നിരീക്ഷണം സാധ്യമാവുകയുള്ളൂ, നിരീക്ഷണം തുടർന്നു കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും കാലം മനസ്സ് കഴിഞ്ഞുപോയ ഓർമ്മകളെ അയവിറക്കിയും ഭാവി കാലത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ നെയ്തുകൂട്ടിയുമാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ ഇവിടെ ഈ നിമിഷത്തിന്റെ പ്രാധാന്യം ഗുരുജി പല വൃത്തത്തിലെ ശൂന്യതകളിലായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ നിമിഷത്തിലെ പുതുമയെ ആസ്വദിക്കുക, ഈ നിമിഷത്തിലെ സത്യത്തിന് തുടർച്ചയില്ല എന്ന് തിരിച്ചറിയുക. മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തിയാൽ നിരീക്ഷണം സാധ്യമാകും. അപ്പൊ നിരീക്ഷണത്തെ നിത്യസാധനയാക്കുവാനാണ് ഗുരുജി ഉപദേശിക്കുന്നത്. അപ്പൊ നിരീക്ഷണം നിത്യസാധനയാകുമ്പോൾ മനസ്സിന്റെ ചലനങ്ങളുടെ അർത്ഥശൂന്യതയെ സൂക്ഷ്മതയോടെ തിരിച്ചറിയാൻ കഴിയുന്നു. ആ ഒരു തിരിച്ചറിവ് മനസ്സിനെ ജ്ഞാനാത്മക മനസ്സാക്കി മാറ്റുവാൻ
സഹായിക്കുന്നു. അപ്പോൾ വിവേക ബുദ്ധിയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നു. അങ്ങനെ വിവേക ബുദ്ധി ഉണരുമ്പോൾ ഒരു തുലനാവസ്ഥയിൽ എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടു പോകുവാൻ സാധകന് കഴിയുന്നു. അവന്റെ പെരുമാറ്റത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല. ഏത് സാഹചര്യമായാലും ഒരേ രീതിയിൽ അവന് പെരുമാറാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഒരു സാധകന്റെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ബോധവികാസമാണ്. ബോധവികാസമാണ് സാധകൻ ലക്ഷ്യമിടുന്നത്. അതിന് മനസ്സിന്റെ പിടിയിൽ നിന്നും സ്വതന്ത്രനാവുകയും വേണം. മനസ്സിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാകണമെങ്കിൽ നിരീക്ഷകൻ ഉണരുക തന്നെ വേണം. നിരീക്ഷകനെ ഉണരണമെങ്കിൽ ഈ നിമിഷത്തിൽ നമ്മൾ മനസ്സിനെ നിർത്തി സാധന ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ ഇവിടെ മനസ്സിന്റെ ആ പരിമിതമായ ലോകത്ത് നിന്നും ശുദ്ധബോധത്തിന്റെ പരിമിതികൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു സാധകന് എത്തിച്ചേരണമെങ്കിൽ ഗുരു നിർദ്ദേശപ്രകാരം അവൻ നിരീക്ഷണത്തെ നിത്യസാധന ആക്കുക തന്നെ വേണം. എല്ലാ സാധകർക്കും അതിനുള്ള ഗുരുകൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോ. ഹരിയോ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആത്മാവിന്റെ വിളി കേൾക്കാതിരിക്കാൻ ആർക്കും ആവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ വിളി കേട്ടേ മതിയാവുള്ളൂ. നമ്മള് ഗുരുജിയൊക്കെ കാണുന്നതിന് മുമ്പ് വളരെ സാത്വിക രീതിയിൽ ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഒക്കെ അങ്ങനെ ജീവിക്കുന്ന ഒരു സ്വഭാവം ആയിരുന്നു ഞാൻ കീപ്പ് ചെയ്തു പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാകുന്നത്, എന്നില് ആ ഒരു അഹം അന്നേരം ഉണ്ടായിരുന്നു. എന്താ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, അപ്പൊ തീർച്ചയായിട്ടും എന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരരുത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അപ്പൊ എന്റെ ആ ജീവിതത്തില് ആരും ഇടപെടാൻ പാടില്ല എന്നൊക്കെ നമ്മളുടേതായ ഒരു ധാരണ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല. തീർച്ചയായിട്ടും ഇപ്പൊ പറയല്ലേ, നമ്മള് ട്രാഫിക് റൂൾസ് അനുസരിച്ചാണ് റോഡുകളിലൂടെ വണ്ടി ഓടിക്കുന്നതെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. എല്ലാവരും അങ്ങനെ ചെയ്താൽ ഡ്രൈവിംഗ് സ്മൂത്തായിട്ട് പോകും. എന്നാൽ ഇതേയും പലരും ഈ ഡ്രൈവിങ് അലക്ഷ്യമായിട്ടാണ് പലരും ചെയ്തു പോകുന്നത്. അപ്പോൾ പലപ്പോഴും എന്താണ്, നമ്മള് ചിലപ്പം അലേർട്ടായിട്ട് തന്നെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. എന്താണ് കാരണം വെച്ചാൽ ഈ ലോകത്തിന്റെ പോക്ക് നമ്മളുടെ വീക്ഷണഗതിക്ക് അനുസരിച്ചല്ല എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കും. അപ്പൊ ചിന്തിക്കുമ്പോൾ നമുക്കൊരു എത്തിപ്പിടിയും കിട്ടില്ല. അപ്പോൾ ഇത് മനസ്സ് കലുഷിതമാകും, ആകപ്പാടെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സമാധാന മാർഗങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കും. സ്വാഭാവികമായിട്ടും അതുണ്ടാവാൻ തരിക. കാരണം എന്താണ്, നമ്മൾക്ക് പുറത്ത് തേടിയിട്ടും സമാധാനം കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും, നമ്മള് അന്വേഷിച്ച് അപ്പൊ നമുക്കൊരു ബോധപ്രാപ്തനെയോ ഒരു ഗുരുതുല്യരായ ആൾക്കാരെയൊക്കെ നമുക്ക് ലഭിച്ചെന്ന് വരും. അവരുടെ ഉപദേശങ്ങളെ കേട്ട് നമ്മൾ മുന്നോട്ട് പോകും. പല രീതിയിലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കും. അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോഴും എന്താണ്, നമ്മളുടെ ഉള്ളില് ശേഖരിച്ചു വെക്കുന്ന അറിവിനെ പറ്റി ഒരു ബോധവാനായതുകൊണ്ട് അപ്പോഴും അഹം നന്നായിട്ടുണ്ടാവും. കാരണം വെച്ചാൽ എന്താ, മനസ്സ് പ്രവർത്തിക്കുന്നത് ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അറിവിനനുസരിച്ചാണ്. ഈ ശേഖരിച്ച് വെച്ച അറിവുകൾ എപ്പോഴും ആപ്റ്റാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവിയല് പരുവം അതാണ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിലായിരിക്കും ഒരു ബോധപ്രാപ്തന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ഇപ്പൊ ഗുരുജി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഗുരുജി നമ്മളോട് ചോദിക്കും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കും ഓരോ കാര്യങ്ങളും. അപ്പൊ നമ്മൾ നമ്മളെ പറ്റി ഒരു ഐഡിയ പിക്ചർ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ധാരണ എന്താണെന്ന് നമുക്കൊരു ബോധ്യപ്പെടല് ഉണ്ടാവില്ല. അതെന്താണെന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മൾ അറിയാതെ ആയാലും പറഞ്ഞു പോകും, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, ഇങ്ങനെയാണ് എൻ്റെ ജീവിത രീതി, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നു,
ഇതൊക്കെ ഞാൻ എങ്ങനെ നേരിടും എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ്, മൊത്തം പ്രശ്നങ്ങളെ പറ്റി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ പ്രശ്ന പരിഹാരത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും സാധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പല പല കാര്യങ്ങൾ നമ്മളിലേക്ക് ചില സത്സംഗങ്ങളിലൂടെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ ആദ്യമേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളില് ഇതൊക്കെ കുറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലതൊക്കെ പുതിയതായിട്ട് കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കുറച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഇതൊന്നും മനസ്സിൽ ദഹിക്കുന്നുണ്ടാവില്ല. എന്നാലും എന്ത് പറ്റും, സമാധാനം കാക്ഷിച്ച് വന്നിരിക്കുന്നതല്ലേ, സമാധാനം കിട്ടും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡോടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അദ്ദേഹം നമ്മളിൽ അഴിച്ചുപണി നടത്താൻ നിർദ്ദേശിക്കും, അല്ലെങ്കിൽ അതിന് ശ്രമം ആരംഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, കൂച്ചുവെല്ലം കിട്ട ആനയുടെ അവസ്ഥ വരും. അപ്പൊ എന്താണ്, കരയിലൂടെയും പറ്റത്തില്ല, വെള്ളത്തിലൂടെയും പറ്റാത്ത ഒരവസ്ഥ. സ്വാഭാവികമായിട്ടും മനസ്സത് നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കും. മുമ്പ് ഇത്രയും പ്രശ്നമില്ലായിരുന്നു, ഇപ്പൊ പ്രശ്നങ്ങളോട് പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ക്ഷമയും സഹനത്തോടും കൂടി അവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ ചില ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഒന്നും വേണ്ട, മനസ്സമാനത്തോടെ എങ്ങനെയും ജീവിച്ചോളാം എന്ന് പറഞ്ഞങ്ങ് പോകും. പക്ഷെ അത് ഒരു ഒളിച്ചോട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മള് സ്വാഭാവികമായിട്ടും ക്ഷമയോടെ അവിടെ നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടായാൽ, അല്ലെങ്കിൽ മനസ്സിനെ ക്ഷമയോടെ നിലനിർത്താൻ സഹായിച്ചാല് എന്ത് ചെയ്യും, നമ്മളില് പല തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങളെയും കെട്ടുകള് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും ഗുരു. നമുക്കത് അനുഭവപ്പെട്ടതാണ്. നമ്മൾ പല ആചാരമര്യാദകളിലൂടെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, നമ്മുടെ കാഴ്ചപ്പാടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് ഒരിക്കലും മറ്റൊരാൾക്ക് അനുകൂലമാവണമെന്നില്ല. ആ അനുകൂലമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ നമുക്ക് പ്രതികൂലമായി ഭാവിക്കും എന്നൊക്കെയൊന്നും ആ ചിന്താഗതിയിലൊന്നല്ല. കാരണം ഇന്നത്തെ പറ്റി അറിയുന്നില്ല, ഭൂതത്തിലും ഭാവിയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്, നമുക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഓരോരോ കെട്ടുകൾ പൊട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി, സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങി. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു വെച്ചേക്കുന്ന ചില കാര്യങ്ങളോ ഒന്ന് വിട്ടപ്പോൾ എന്തെല്ലാം, ഞാനിപ്പോ പറയുന്നത്, എന്നെ പണ്ട് കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാല് വർഷങ്ങളോളം പിണങ്ങിയിരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ കളിയാക്കുന്നില്ല, അപ്പൊ എന്നെ കളിയാക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ്. അപ്പോൾ ഗുരുജി പറയുന്നു, നിങ്ങൾ ആത്മാവാണെങ്കിൽ ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല. നിങ്ങളെ ശരീരത്തിനെ ഏൽക്കുന്ന നിന്ദയോ അല്ലെങ്കിൽ വേദനയോ ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിരാകരിച്ച് അല്ലെങ്കിൽ കരിച്ചു തന്നെ വിടണം എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുമ്പോൾ അങ്ങനെ ഓരോന്നിൽ നിന്നും വിടുതൽ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ യഥാർത്ഥത്തില് നമ്മൾ എന്ത് ചെയ്തു, ആ ബോധപ്രാപ്തനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ സംഭവിച്ചെന്താണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു മനസ്സിനെ നിരാകരിക്കാനുള്ള ഭാവവും മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ചിന്തകളെ നിരാകരിക്കാനുള്ള അവസ്ഥയും ഒക്കെ സംജാതമായി. തീർച്ചയായിട്ടും അപ്പോൾ നിരീക്ഷണം ഉണർന്നോ, നിരീക്ഷണയെ പറ്റി അന്നും കേട്ടുകേൾവിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഗുരുജി ഓരോ സത്സംഗങ്ങളിലും പറയുന്നത് എന്താണ്, ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ, ധ്യാനത്തില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഹൃദയതാളത്തെ അറിയാൻ ശ്രമിക്കൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറെ സമയം ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, പിന്നെ പിടിവിട്ടു പോകും. സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകുന്നതാണ്. കാരണം തന്നെ മനസ്സ് പലതരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള പിക്ചർ കൊണ്ടിട്ട് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു മൽപ്പിടുത്തമാണ് നടത്തുന്നത്. പക്ഷേ നമ്മളിൽ സ്വാതന്ത്ര്യ ചിന്ത ഉണ്ടായപ്പോൾ, നമുക്ക് ഒത്തിരി ഫ്രീ ആയപ്പോൾ, നമുക്ക് അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യും, ഒരു കാംനെസ് വന്ന് ഭവിച്ചു. തീർച്ചയായിട്ടും ഉണ്ട്. ആ കാംനെസ്സിലൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ നിത്യസാധനയിലൂടെ മുന്നോട്ട് പോകണം, ഗുരുവചനങ്ങളെ ശ്രദ്ധിക്കണം, ഗുരുവിന്റെ സത്സംഗങ്ങളിൽ നിരന്തരം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള അവസ്ഥകൾ വന്നു. അപ്പൊ ഇങ്ങനെ കടന്നു പോയപ്പോഴാണ്
ശരിക്കും ആ സാധകന്റെ റൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തില് നമുക്ക് സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. കാരണം എന്താണ്? തന്നിലുള്ള ശരിയും തെറ്റിനെയും എല്ലാം തിരിച്ചറിയാൻ സാധിക്കും. നമ്മളിപ്പം പറയാം, നമ്മൾ ശരികളെ മാത്രം അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു, തെറ്റുകൾ എത്രയോ ഉണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല, അല്ലെ? എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഗുരുവിന്റെ മുമ്പിൽ എന്റെ അഹത്തിനെ അടിയറ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ അഹം ഗുരുവിന്റെ പാദങ്ങളിൽ ഇരിക്കട്ടെ, ഇല്ല, വെക്കൂല. എന്താണ്? അഹത്തെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അഹം ഗുരുവിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാവും? അഹമാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരനെങ്കിൽ അതിനെ പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ബോധപ്രാപ്തം പറയും, നിങ്ങൾ നിങ്ങളെ അറിയൂ, നിങ്ങളെ നിരീക്ഷിക്കൂ, നിങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തില് എന്നിൽ ഇതെല്ലാം ഉണ്ട്, ഞാൻ വലിയൊരു പൊട്ടിത്തെറിക്കുന്ന ബോംബായിരുന്നു എന്നുള്ളത് നമ്മൾ ക്രമേണ എന്ത് ചെയ്യും? നിർവീര്യമാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കും, നമ്മളുടെ ചിന്തകളെ നിരീക്ഷിക്കും, നമ്മളുടെ വാസനകളെ നിരീക്ഷിക്കും, വാസന വൈകൃതങ്ങളെ ശ്രദ്ധിക്കും, ഈവൻ നമ്മുടെ കർമ്മങ്ങളെ എല്ലാം ശ്രദ്ധിക്കും. അപ്പൊ എല്ലാത്തിലും ഒരു ശ്രദ്ധ വരും. ഈ ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം. അപ്പൊ ഇവയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും? ഒരു ജ്ഞാനവും ലഭിക്കും. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിരീക്ഷണ ബുദ്ധി ഉയർന്നു തന്നെ ഇരിക്കും. അവന് ബോധവികാസം സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാല് പോകുന്ന വഴിക്ക് ഇതൊക്കെ നിർത്തി എന്ന് വെച്ചോ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുന്ന ഒരു പ്രോസസ് എന്താണ്? നമ്മൾ മനസ്സിന് വിധേയമായിക്കൊണ്ടിരിക്കും. എപ്രകാരമാണോ നമ്മൾ ഒരു കുഴിയിൽ കിടക്കുന്നു, ആ കുഴിയിൽ നിന്ന് കയറി നമ്മൾ ആ കുഴിയിലേക്ക് വീണിട്ട് ഇനി കയറുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്ത് പറ്റും? അതേ അവസ്ഥയായിരിക്കും മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷെ അവിടെ നമ്മൾ ആ കംഫോർട്ട് സോൺ നോക്കിയല്ല ജീവിക്കേണ്ടത്. നമ്മളിൽ എപ്പോഴും വിചാരം ചെയ്യണമെന്നും രാമകൃഷ്ണദേവൻ പറയാറുണ്ട്. എന്തിനാണ് വിചാരം ചെയ്യുന്നത്? വിചാരം ചെയ്തെങ്കിൽ മാത്രമേ നമ്മളില് ആ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം പറഞ്ഞില്ലേ, ഒരു സാധന സ്ഥായിയായ ഒരു ഭാവം വേണം. തീർച്ചയായിട്ടും ഒരു സ്ഥായിയായ ഭാവം അവന് ഉണ്ടായെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? അവനില് ആ പുതിയതായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതും അനുഭൂതി തലത്തിലും വരുന്ന പല കാര്യങ്ങളും അവൻ ആഡ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? അവന് ഇന്നലത്തെ ഞാനല്ല ഇന്ന് എന്ന് പറഞ്ഞ് മാറി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് പറ്റും? ഒന്നിലും അടിസ്ഥാനമില്ല. നമുക്കൊരു അടിസ്ഥാനം, അപ്പൊ അടിസ്ഥാനം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ പറയും ആസനശുദ്ധി ഉണ്ടാവണം ഒരു വ്യക്തിക്ക് എന്ന് പറയും. എന്തുകൊണ്ടാണ് ആസനശുദ്ധി ഉണ്ടാവണം എന്ന് പറയുന്നത്? അല്പനേരം ഇരിക്കാനുള്ള ക്ഷമയെങ്കിലും ഒരു സാധകൻ ഉണ്ടായിരിക്കണം. അതാണ് ആസനശുദ്ധിയുടെ കാര്യം എപ്പോഴും പറയുന്നത്. ആസനശുദ്ധി കൈവരിച്ചാല് അവനെന്ത് ചെയ്യും? ധ്യാനിക്കാൻ സമയം കിട്ടും, അല്ലെ ധ്യാനിക്കാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടും. അപ്പൊ പടിപടിയായിട്ട് എന്ത് ചെയ്യും? മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ആ ബോധപ്രാപ്തനായ ഗുരു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിരീക്ഷണം ചെയ്യാതിരിക്കാൻ സാധിക്കും? നമ്മളില് ഈ വൃത്തത്തിലെ ശൂന്യത വായിക്കുമ്പോൾ പോലും എന്താണ് നമ്മളിൽ മനനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സംസാരിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? വായിച്ചു വിടും, അത്രയേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് നമുക്ക് ആ ബോധപ്രാപ്തന്റെ വാക്കുകൾ കേട്ടിട്ട് സ്വയം മാറാൻ ശ്രമിച്ചാൽ, അല്ലെ സ്വയം അതിനെ അറിഞ്ഞ് അനുഭൂതിയുടെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മളുടെ മനനം മാറണമെന്നുള്ള ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഹരിയോം. ഹരിയോം. ഓം ഗുരുഭ്യോ നമ. നമ്മള് കുട്ടിക്കാലം മുതൽക്ക് തന്നെ മനസ്സിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ നമ്മളെ ചിത്തത്തില് അങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങളായിട്ട് നമ്മുടെ ചിത്തത്തിനകത്ത് കിടപ്പുണ്ട്. ഈ എക്സ്പീരിയൻസ് ആണ് ഭൂതകാലത്തിൽ. കാരണം നമ്മുടെ ഭൂതകാലത്ത് ഭക്തി, സ്പിരിച്വാലിറ്റി, ആത്മീയത ഒക്കെ തന്നെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പിടിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തില് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഒന്നും ഇല്ലായിരുന്നു. അവിടെ നമ്മൾ അനുഷ്ഠിച്ച ഓരോ കാര്യങ്ങളും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിന്റെ ഓരോ കാര്യങ്ങള് പിടിച്ചു വെച്ചിട്ട് അതിനെയൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കണ്ടാണ് ഇങ്ങനെ ഇപ്പൊ സ്പിരിച്വാലിറ്റിയില് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും
നിരീക്ഷണത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ സൂക്ഷ്മമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സൊരു സാത്വിക വേഷം എടുത്ത് അണിഞ്ഞിട്ട് എങ്ങനെ നിരീക്ഷകനില്ലാതെ ഞാൻ സാത്വികനായിരിക്കുന്ന വ്യക്തിയായി ഇനി നിരീക്ഷകൻ എന്തിനാണ് വേണ്ടത് എന്ന മുഖംമൂടി എടുത്ത് അണിഞ്ഞാണ് പ്രവർത്തനത്തിൽ നമുക്കിങ്ങനെ വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ മനസ്സിന്റെ അകത്തു നിന്നാണ് വരുന്നത്. ഏറ്റവും ആദ്യം ഒരു വ്യക്തി തിരിച്ചറിയേണ്ടത് ഒന്നിനെയല്ല, എന്റെ ആന്തരികതയിൽ നടക്കുന്ന ചലനങ്ങളെയാണ്. എന്റെ ചിത്തത്തിനകത്ത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിന്റെ കൂടെ സഞ്ചരിച്ച് അടിഞ്ഞു കൂടിയ കാര്യങ്ങൾ കിടക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തി മാത്രമാണ് ഉറപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിരീക്ഷകൻ അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. അവിടെ എത്തിക്കഴിഞ്ഞാല് വിവേക ബുദ്ധി ഉണർന്ന ഒരു സാധകൻ നിരീക്ഷകനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ അനുഭവം ആ നിരീക്ഷകൻ എങ്ങനെയാണോ നിരീക്ഷകൻ അറിഞ്ഞത് ആ എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊരിക്കലും മനസ്സിന്റെ ചോദ്യോത്തരങ്ങളേ അല്ല. ബാലുജിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ബാലുജിയിൽ നിന്ന് വന്നത്. കാരണം അത് എക്സ്പീരിയൻസ് ആണ്, അത് മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. ഇപ്പം ഈ നിരീക്ഷണവും ഈ ചോദ്യം ചെയ്യലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിന്റെ അകത്ത് നിന്നാണ്. ഒരു സ്ഥിരതയോടുകൂടി കൃത്യമായിട്ട് ആ അഹംബുദ്ധിയെ ഇല്ലാതാക്കാൻ എന്റെ ആന്തരികതയിൽ ഇപ്പം നടക്കുന്നത്. കാരണം കൃത്യമായിട്ട് മനസ്സൊരു റൊട്ടീനിലൂടെ പോയിട്ട് ഒരു സ്വഭാവം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇറിറ്റേഷൻ വരുമ്പോൾ ഒരു സ്വഭാവം, എനിക്ക് ഉത്കണ്ഠ വരുമ്പോഴേ വേറൊരു സ്വഭാവം, പിന്നെ സ്പിരിച്വൽ ആത്മീയ ആ മഹാഗുരുക്കന്മാരുടെ മുന്നിലെത്തുമ്പോൾ അത് അറിയാതെ നമ്മളൊരു സത്യസന്ധമായ ജെനുവിനിറ്റി വരും. എങ്കിൽ പോലും നമ്മൾ ഒരു വിനയത്തിന്റെ കപടതയുടെയും ഒക്കെ അറിയുന്ന ഒരു സ്വഭാവം ഇതെല്ലാം നമ്മളിലുണ്ട് എന്ന് തിരിച്ചറിയിപ്പിച്ചു തരെയാണ് ഗുരു. അപ്പം ഗുരുവില് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഗുരുവിന്റെ അവിടുത്തെ കർമ്മസേവ. കാരണം അത് നമ്മൾ ഒരു സാധകരെന്ന നിലയിൽ നമ്മളത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കർമ്മസേവയിൽ ഗുരു നമ്മളെ മാറ്റിയും തിരിക്കും. നമ്മുടെ മനസ്സിന്റെ സ്ട്രക്ചറിനെ അതിസൂക്ഷ്മമായിട്ട് ഗുരുവിടെ പൊളിക്കുകയാണ്. നമ്മളെ ചുമതലയിപ്പിക്കുന്നു, മുകളിലേക്ക് കയറ്റുന്നു, അതിനുശേഷം നമ്മളെല്ലാം അവിടെ നിന്ന് മാറ്റി അദ്ദേഹം തിരിച്ചിറക്കുന്നു. ഒന്നുമല്ലാതെ അപ്പൊ നമ്മുടെ മനസ്സ്, അപ്പൊ നമുക്ക് ആ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ ഒരു മനസ്സിനെ, അത് ആ നമ്മുടെ അഹത്തെ നിരീക്ഷിക്കാനുള്ള അവസരം ആ ഗുരു ബോധമായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയി, കാരണം വേദന ഉറപ്പായിട്ടും വരും. ഇപ്പോഴാണ് അത് ഉറപ്പാണ്. ആന്തരിക വേദന സഹിക്കാൻ തയ്യാറായി ത്യാഗം എന്നത് ആന്തരികതയില് നമുക്ക് അത് വരണം. ആ ഒരു വഴിയാണ് സാധകന്റെ വഴി. അപ്പം അങ്ങനെ ഒരു വഴി, അതിന് തന്നെ വിവേക ബുദ്ധി ഉണരണം, ഗുരു കാരുണ്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ മനോഭാവം, ആ ഒരു സ്ഥലം നമ്മളിൽ ഉണരുള്ളൂ. കാരണം അതിന് പകരം നമുക്ക് മിക്കവാറും ഇങ്ങനെയൊക്കെ ഒരു മഹാഗുരു നമ്മളെടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് അഹമാണ് ഉണരുന്നത്. അഹം ഉണർന്ന് പ്രതിപ്രവർത്തിക്കാൻ തോന്നുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി സഞ്ചരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മനസ്സിന്റെ ഒരു സ്ട്രക്ചറെ പൊളിക്കാൻ വേണ്ടിയാണ് ഒരു മാസ്റ്റർ പെടാപ്പാട് പെടുന്നത്. കാരണം നമ്മൾ ആയിട്ട് കൂട്ടി കുറെ തെറ്റിദ്ധാരണകളിലൂടെയുള്ള ഒരു സഞ്ചാരം, ആ സഞ്ചാരത്തിനെ പൊളിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ തന്നെ ആ ഗുരുജിയുടെ ഓരോ സൂക്ഷ്മമായ റൈറ്റിങ്സ് നമ്മളിലെ തന്നെ ആ മനസ്സിന്റെ ഓരോ ചലനങ്ങളെ, കാരണം മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു റൊട്ടീനിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം ആ യാത്രയിൽ ഈ നിമിഷത്തിലേക്കുള്ള പ്രയാണം, ആ വിവേക ബുദ്ധി ഉണരാൻ നമ്മളെ ആ പരമഗുരുവും ആ ബോധത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. ഹരിയോ. ബാലു, ഹരിയോ, ഒരു കാര്യം പറയാനായിരുന്നു. ഞാന് ഇതൊരു മനസ്സിനെ പൊളിക്കുന്ന കാര്യം ഒന്നുമല്ല പറയാമെന്ന് ഉദ്ദേശിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഗുരുജി എനിക്ക് തന്ന ഒരു കവിതയുണ്ടായിരുന്നു, മീരാബായി. അത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ മീനിങ് കുറച്ച് മനസ്സിലായ ശേഷമായിരുന്നു അത് ഞാൻ പറഞ്ഞപ്പോ അവിടെ അത് വേറെ ലെവലിലായിരുന്നു
മീരാബായി അതിനെ കണ്ടിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം 2-3 ദിവസം മുമ്പെയാണ് ബാലു ഷെയർ ചെയ്ത് ആ കവിത. അതിനെ കേട്ടിട്ടുള്ള കവിത, എന്നിട്ട് അതിന്റെ ഡീപ്പർ മീനിങ്ങോട് ഞാൻ പോയില്ല. അപ്പൊ 2 ദിവസം മുമ്പെയാണ് അതിന്റെ മീനിങ് മനസ്സിലാക്കി എന്തുവാണ് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇങ്ങനെ മനനം ചെയ്യാൻ. അതിനകത്ത് 2-3 വരികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഗുരുജിയോട് ചോദിക്കണോ വേണ്ടേ, കൺഫ്യൂഷൻ. പിന്നെ ഗുരുജി ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ ഞാൻ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം അത് ഡിസ്കസ് ചെയ്ത് ഞാനിത് ഇങ്ങനെയാണോ ചോദിച്ചപ്പം ഗുരുജി പറഞ്ഞത് തൽക്കാലം അത് അങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിലെടുത്ത് പറയണ്ട. അപ്പൊ ഞാൻ വെച്ചാൽ നമ്മളിപ്പോ നിരീക്ഷകന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോ ഇവിടെ നമുക്ക് ഇച്ചിരിയും കൂടെ പറഞ്ഞാൽ അത് ഫുൾ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ അതിനകത്ത് ആ മീരാബായിയുടെ അതിന് ഫുള്ള് പറയുന്ന ഒരു എസൻസ് ആയിരുന്നു അത് ഉദ്ദേശിച്ചത്. അതായത് ഈ പ്രാവശ്യം തന്ന കവിതയ്ക്കകത്ത് മീരാബായിന്റെ മേ ബി നേരത്തെ പറഞ്ഞ കവിതയുടെ ഒരു ഹയർ എക്സ്റ്റൻഷൻ ആയിരുന്നു. ഇതിനകത്ത് മീരാബായി ഒരു ഇൻടോക്സിക്കേഷൻ ലെവലിൽ നിന്നിട്ട് ഒരു ഇടയ്ക്ക് 2 വാക്ക് പറയുന്നുണ്ട്. അതായത് ആ ഇൻടോക്സിക്കേഷൻ നമ്മളിപ്പോ ശ്രീ രാമകൃഷ്ണന്റെ വചനാമൃതം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചെറുപ്പത്തിലെ വയലിൽ കൂടെ പോകുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻടോക്സിക്കേഷൻ സഡനായിട്ട് കയറി വന്നു. അതേപോലെ രമണ മഹർഷിക്കും ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലെ അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് മീരാബായി മഴയെ കണ്ടിട്ട് ആ ലെവലിൽ പോയതാണ്. പക്ഷെ കറക്റ്റ്ലി പറയുന്നില്ല, എനിക്ക് ഫീൽ ചെയ്ത. അപ്പൊ ഞാൻ ഗുരുജി അത് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഇൻടോക്സിക്കേഷനിൽ നിൽക്കുമ്പം 2 വാക്കാണ് പറഞ്ഞത്. അതായത് ഒരു ഗുരുവിന്റെ സഹായത്തായപ്പോ എനിക്ക് ആ വാതിൽ തുറക്കാൻ പറ്റും. എന്നിട്ട് എന്തായി, തുറന്നു കഴിഞ്ഞപ്പോൾ ആ എസൻസ്, അതായത് ആ ട്രൂത്ത് എനിക്ക് ഇവിടെയും കാണാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് മീരാബായി പറയുന്ന ഇതിനകത്ത് അവിടെ കൃഷ്ണന്റെ പേര് പറയുന്നില്ല, ആ കവിതയിലെ പറയുന്നില്ല. എല്ലാത്തിലും ഭ്രമിച്ചിരിക്കുന്ന രാമനെ കുറിച്ച് മാത്രമേ മീര പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഗുരുജിയോട് ചോദിച്ചു, ഇതിപ്പം മീരാബായിന്റെ അറിയപ്പെടുന്ന 2-3 ഗുരുക്കന്മാരുണ്ടായിരുന്നു, വൈഷ്ണവ സെയിൻസ്. അപ്പൊ ആ ലെവലിൽ മേ ബി വിവേക ബുദ്ധി ഉയർന്നു നിന്നപ്പോഴാണ് ആ തുറന്നു കൊടുത്തത്. പക്ഷെ അവിടെ ഒരു ഫിസിക്കൽ ഗുരു അല്ലായിരുന്നു. ബിക്കോസ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മീരാബായി ഒരിക്കലും അവിടെ അതങ്ങനെ പറയത്തില്ല. ബുദ്ധി പറഞ്ഞ് ചില സമയത്ത് ചിലവരുടെ വിവേക ബുദ്ധി ഉയർന്നിരിക്കുമ്പോൾ സൂക്ഷ്മരൂപത്തിൽ ഗുരുക്കന്മാര് വരാം, അല്ലെങ്കിൽ അവരുടെ വിവേക ബുദ്ധി ആയാലും അവർക്ക് തന്നെ ഉള്ളിൽ നിന്ന് ഗൈഡൻസ് വരും. അപ്പം ഇവിടെ മീരാബായി ഇൻഡയറക്ട്ലി ആ വിറ്റ്നസിങ് സ്റ്റേജിനോ നമ്മൾ പറയുന്ന പോലെ ആ ലെവലിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അവിടെ അതായത് നമ്മളിപ്പം ഈ ചില ഗുരുക്കന്മാരെ എഴുതി കാണുമ്പോൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി വായിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇത് നമ്മൾ പബ്ലിക്കിൽ ഒരു ഗുരുവാണെന്ന് പറയുമ്പോൾ അവിടെ അത് എക്സെപ്ഷൻ കുറവായിരിക്കും. അതായിരുന്നു. ഓക്കെ